വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭിന്നസംഖ്യകളാണ്, ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഫ്ലാഗ് തരുന്നു, ഒരു കൊടിയുടെ ഫോട്ടോ തരുന്നു. ഇതാണ് നമ്മുടെ ഫ്ലാഗ്. ഇതിൽ ഈച്ച് പാർട്ടും കളർ ഡിഫറെൻ്റ് ആണ്. മേലെ സഫ്രോണാണ്, വൈറ്റ്, ഗ്രീന്, ഇങ്ങനെയാണ് വരുന്നത്. ഇത് മൂന്നും ഈക്വൽ പാർട്സ് അല്ലേ? ആണ്. ഈക്വൽ പാർട്സ് ആയിട്ടാണ് മൂന്നും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് നോക്കാം? നമ്മൾ നോക്കുമ്പോൾ ഈ ഫ്ലാഗിൻ്റെ മുകൾ ഭാഗം സാഫ്രോണാണ്, നടുവിലെ ഭാഗം വൈറ്റാണ്, താഴെയുള്ള ഭാഗം ഏതാണ്? ഗ്രീനാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ നമ്പർ എത്രയാണ് വരുന്നത്? 3 പാർട്സ് ആണ് അല്ലേ? 3 ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ 3 ആണ്. അതിൽ ഒരു ഭാഗമാണ് സാഫ്രോൺ കളർ വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയുക? 1/3. 3 ഒരു ഭാഗമാണ് സാഫ്രോൺ വരുന്നത്, 3 ഭാഗമാണ് വൈറ്റ് വരുന്നത്, 3 ഭാഗമാണ് എന്ത് വരുന്നത്? ഗ്രീൻ വരുന്നത്. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു മീര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു കേക്ക് ബേക്കറാണ്. കേക്ക് ബേക്കർ പറഞ്ഞാൽ എന്താണ്? കേക്ക് ഉണ്ടാക്കി വിൽക്കുന്ന ആളാണ്. അവൾ എന്ത് ചെയ്തു? പല ദിവസങ്ങളിലും പല രീതിയിലാണ് അവൾ കേക്ക് കട്ട് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ദിവസം അവൾ കേക്ക് കട്ട് ചെയ്തത് ഇതുപോലെയാണ്, ഈക്വൽ പാർട്സ് ആയിട്ടാണ്. രണ്ടാമത്തെ ദിവസം അവൾ കട്ട് ചെയ്തത് എങ്ങനെയാണ്? 3 ഈക്വൽ പീസസ് ആയിട്ടാണ്, 3 പാർട്ടായിട്ടാണ് അവൾ കട്ട് ചെയ്തത്. മൂന്നാമത്തെ ദിവസം അവൾ എങ്ങനെ കട്ട് ചെയ്തത്? അവൾ 4 പീസായിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. ഫസ്റ്റത്തെ ദിവസം 2 ഈക്വൽ പീസായിട്ടാണ് അവൾ കട്ട് ചെയ്തത്. സെക്കൻഡത്തെ ദിവസം 3 ഈക്വൽ പീസായിട്ടാണ് കട്ട് ചെയ്തത്. മൂന്നാമത്തെ ദിവസം അവൾ 4 ഈക്വൽ പീസായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റത്തെ ദിവസം അവൾ 2 ഈക്വൽ പീസസാണ് ആ കേക്കിനെ നേരെ പകുതിയായിട്ട് 2 പാർട്ടായിട്ടാണ് അവൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? 2 പാർട്ടാണ് വരുന്നത് അല്ലേ? 1, 2. അപ്പോൾ ഇതിൽ ഒരു ഭാഗം എന്ന് പറയൽ എങ്ങനെയാണ്? 1/2. 2-ൽ ഒരു ഭാഗം. 2-ൽ ഒരു ഭാഗം ഒരാൾക്കും കൊടുത്തു, 2-ൽ ഒരു ഭാഗം ഒരാൾക്കും കൊടുത്തു. ഓക്കെ. ഇനി രണ്ടാമത്തെ ദിവസം 3 കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ദിവസമാണെന്ന്. ഇന്ന് മീരൻ്റെ വീട്ടിൽ 3 വിരുന്നുകാരുണ്ട്. 3 വിരുന്നുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഉണ്ടാക്കിയ കേക്ക് അവൾ എന്ത് ചെയ്തു? 3 ഈക്വൽ പാർട്സ് ആയിട്ടാണ് അവൾ കട്ട് ചെയ്തത്. കേക്ക് 3 ഈക്വൽ പാർട്സ് ആയിട്ട് 3 പേർക്കും ഒരുപോലെ രീതിയിലാണ് അവൾ കട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ഭാഗം അവർക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പറയുക? 3 ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ 3 ഈക്വൽ പാർട്സാണ് അവൾ കൊടുത്തത്. അപ്പോൾ അതിലൊരു ഭാഗം ഒരാൾക്ക് കൊടുത്താൽ നമ്മളിങ്ങനെ പറയുക? 1/3. 3-ൽ ഒരു ഭാഗം ഒരാൾക്കും കൊടുത്തു, 3-ൽ ഒരു ഭാഗം ഒരാൾക്കും കൊടുത്തു, 3-ൽ ഒരു ഭാഗം ഒരാൾക്കും കൊടുത്തു. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്യണത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ 1/3 എന്ന് പറയും. 1/3 ഓഫ് ദി വോൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. നമ്മൾ 3-ൽ ഒരു ഭാഗം. 2-ൽ ഒരു ഭാഗം എങ്ങനെ പറയാം? 1/2 ഓഫ് ദി വോൾ എന്നാണ് പറയുക. ഇനി 3-ൽ ഒരു ഭാഗം എന്നുള്ളത് 1/3 ഓഫ് ദി വോൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ ദിവസം ഈ മീരയുടെ വീട്ടിൽ വിരുന്നുകാർ വന്നു. 4 ആളുകളാണ് വിരുന്നുകാർ വന്നത്. അപ്പോൾ നമ്മൾ ഈ 4 അവളുണ്ടാക്കിയ കേക്ക് അവൾ എന്ത് ചെയ്തു? ഈക്വലായിട്ട് 4 പേർക്കും തുല്യമായിട്ട് അവൾ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എത്ര കേക്കാണുള്ളത്? 4 കഷ്ണങ്ങളാണ് ഉള്ളത്. അതിൽ 4-ൽ ഒരു ഭാഗം ഒരാൾക്കും കൊടുത്തു, 4-ൽ ഒരു ഭാഗം രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു, 4-ൽ ഒരു ഭാഗം മൂന്നാമത്തെ ആൾക്കും കൊടുത്തു, 4-ൽ ഒരു ഭാഗം നാലാമത്തെ ആളിലും കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താ പറയുക? 4-ൽ ഒരു ഭാഗം. ഇംഗ്ലീഷിൽ നമ്മളെങ്ങനെ പറയുക? 1/4 ഓഫ് ദി വോൾ. 4-ൽ ഒരു ഭാഗം 1/4 ഓഫ് ദി വോൾ എന്ന് പറയുന്നു.
ഓക്കെ ആണോ? ഇതാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കണേ, 5-ാമത്തെ ദിവസം അവൾ കേക്ക് ഉണ്ടാക്കി. 5-ാമത്തെ ദിവസം അവൾ കേക്ക് ഉണ്ടാക്കി. ആ കേക്ക് അവൾ 5 പീസായിട്ടാണ് കട്ട് ചെയ്തത്. എത്ര പീസായിട്ടാണ് കട്ട് ചെയ്തത്? 5 പീസായിട്ടാണ് അവൾ കട്ട് ചെയ്തു. അതിൽ അവൾ 3 പീസ് ആര് തിന്നു? മീര തന്നെ തിന്നു. അവൾ കേക്ക് ഉണ്ടാക്കി, അവൾ 5 പീസായിട്ട് തുല്യമായിട്ട് 5 പീസായിട്ട് അവൾ കട്ട് ചെയ്തു. അതിൽ 3 പീസ് ആരാ കഴിച്ചത്? മീര തന്നെ കഴിച്ചു. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഫ്രാക്ഷനിൽ പറയാം? എത്ര പീസാണുള്ളത്? 5. 5ൽ എത്ര പീസാണ് അവൾ കഴിച്ചത്? 3. അപ്പോൾ 5ൽ 3 ഭാഗം 3/5 എന്ന് പറയാം. ഓക്കെ, 3/5 ഓഫ് ദി കേക്ക് എന്ന് പറയാം. 3/5 ഓഫ് ദി കേക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയാം. 3/5 എന്ന് പറയാം. 5ൽ 3 ഭാഗം. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നോക്കൂ. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞു 3/5 എന്നുള്ളത് 3/5, 5ൽ 3 ഭാഗം. ഈ 5 എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഡിനോമിനേറ്റർ എന്നാണ് പറയുക. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ആകെ എത്ര ഭാഗങ്ങളാണ് ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 5 താഴെയുള്ള 5 നോക്കുന്നത്. ആകെ എത്ര ഭാഗങ്ങളാണ്. ഇപ്പോൾ ഈ കേക്ക് നോക്കണമെങ്കിൽ കേക്കിൽ എത്ര പീസായിട്ടാണ് കട്ട് ചെയ്തത്? 5 പീസ്. അപ്പോൾ ആകെ എത്ര ഭാഗങ്ങളാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പോൾ മേലുള്ള ഇതിനെന്താ നമ്മൾ പറയുക? 3ന് എന്താ നമ്മൾ പറയുക? ന്യൂമറേറ്റർ എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ ന്യൂമറേറ്റർ എന്നാണ് പറയുക. എന്താണ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഭാഗങ്ങളാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ ഈ ആകെ ടോട്ടലുള്ള ഭാഗത്തിൽ എത്ര എണ്ണമാണ് കഴിച്ചത്, അല്ലെങ്കിൽ എത്ര എണ്ണമാണ് ഒരാൾക്ക് കൊടുത്തത്, എത്ര എണ്ണമാണ് നമ്മൾ മാറ്റി വെച്ചത്, അതിനൊക്കെയാണ് നമ്മൾ മുകളിലുള്ള ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ നമ്മൾ ഡിനോമിനേറ്ററിലും അതിൽ എത്ര എണ്ണമാണുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂമറേറ്ററും കാണുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനിപ്പോൾ ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ റെക്റ്റാങ്കിളായിട്ടുള്ള ബോക്സാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ ബോക്സിൽ എത്ര പാർട്സ് ഉണ്ട്? 5 റെക്റ്റാങ്കിളാണ്. 5 റെക്റ്റാങ്കിളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ 5 റെക്റ്റാങ്കിളിൽ 3 റെക്റ്റാങ്കിളിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? 3 റെക്റ്റാങ്കിൾ ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രാക്ഷൻക്കാവുമ്പോൾ എങ്ങനെയാണ് പറയുക? 5 റെക്റ്റാങ്കിളിൽ 3 റെക്റ്റാങ്കിൾ ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താ പറയുക? 3/5, 5ൽ 3 ഭാഗം അല്ലേ? ഇനി ഈ 2 നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാത്തതാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? 5ൽ 2 ഭാഗമാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാത്തത്. നോട്ട് ഷെയ്ഡഡ്, ഷെയ്ഡ് ചെയ്ത് കൊടുക്കാത്തത് 5ൽ 2 ഭാഗം, ഷെയ്ഡ് ചെയ്ത് കൊടുത്തത് 5ൽ 3 ഭാഗം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആണ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്, ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഒരുപാട് നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.